വെന്നിമല ഗ്രാമത്തിന്റെ ഒത്തനടുക്ക് സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ച് സാന്നിധ്യമരുളുന്ന അപൂർവ ക്ഷേത്രമാണ് വെന്നിമലയിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. 2 കൊടിമരമുള്ള ക്ഷേത്രമാണിത്. കിഴക്കിന്റെ അയോധ്യ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യേന ബലിതർപ്പണത്തിന് സൗകര്യമുണ്ട്. കൂടാതെ കർക്കിടക വാവുബലിക്ക് ഏറെ പ്രാധാന്യവുമുണ്ട്. ചരിത്രപരമായും വിശ്വാസപരമായും പ്രസിദ്ധമായ ഇവിടെ സീതാന്വേഷണ സമയത്ത് ശ്രീരാമ ലക്ഷ്മണന്മാർ വന്നുപോയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇതിനു പുറമെ ഒട്ടനവധി മഹാവര്യന്മാരും ഋഷികളും ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നും ഐതിഹ്യമുണ്ട്. കേരളത്തിലെ സംരക്ഷിത സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള വെന്നിമല ക്ഷേത്രം നാളെ നടക്കുന്ന കർക്കിടക വാവുബലി ചടങ്ങുകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുലർച്ചെ 4 മണിക്ക് ബലിതർപ്പണം ആരംഭിക്കും. 10,000 പേർ തർപ്പണം ചടങ്ങുകൾക്കായി പ്രതീക്ഷിക്കുന്നു. കർക്കിടക വാവു ദിനത്തിൽ ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തിയും തൃപ്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ബലിയിട്ട ശേഷം ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിൽ ബലിതർപ്പണം നടത്തുന്നത് 12 തലമുറയ്ക്ക് തർപ്പണം നടത്തിയ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലിലെ അഭിഷേക ജലം ഒഴുകിയെത്തുന്നതാണ് ശ്രീരാമ തീർത്ഥക്കുളം. ബലിതർപ്പണത്തിനായി അവസാനവട്ട ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെയും ഭക്തരുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഒരേ സമയം 500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വെന്നിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം ഈ വർഷത്തെ കർക്കിടക ബലിതർപ്പണത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് 10,000-ഓളം ഭക്തർ ബലിതർപ്പണം അനുഷ്ഠിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കിറ്റ് ഇവിടെ മാതൃസമിതി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ മറ്റ് ഭക്തരുടെയും സഹകരണത്തോടുകൂടി കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരേ സമയം 500 ഭക്തർക്ക് ബലിതർപ്പണം അനുഷ്ഠിക്കാനുള്ള സൗകര്യമാണ് ബലിമണ്ഡപത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ കോട്ടയം, പാമ്പാടി, പുതുപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും KSRTC പ്രത്യേക സർവീസും നാളെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.